വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജഡ്ജിമാർക്ക് നൽകാൻ എന്ന പേരിൽ ലക്ഷങ്ങൾ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും കോടതി വിലയിരുത്തി. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കോടതിക്ക് മുന്നിൽ നിരവധി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ടായിരുന്നു സൈബിക്ക്, പക്ഷേ അത് പൂർണ്ണമായും നിരാകരിക്കുകയാണ്. ഒപ്പം അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തന്നെയല്ലേ ഒരുങ്ങുന്നത്? തീർച്ചയായും രഞ്ജിത്ത്, അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തന്നെയാണ് ഒരുങ്ങുന്നത്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കേസിലെ കക്ഷികളിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റി എന്ന കേസ് റദ്ദാക്കാനുള്ള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിന്റെ നീക്കമാണ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. കേസിൽ സത്യം പുറത്തു വരണം എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അതുകൂടെ പുറത്തു കൊണ്ടുവരണം എന്ന് ജസ്റ്റിസ് ഡോക്ടർ കൗസഫ് എടപ്പകത്ത് നിരീക്ഷിച്ചു. കോഴ ആരോപണം ഗൗരവമേറിയതാണ്, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഗൗരവമേറിയതാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ആരോപണങ്ങൾ നിയമ സംവിധാനത്തെ ബാധിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ കഴമ്പുണ്ട് എന്ന് കോടതി വിശ്വസിക്കുന്നില്ല. എങ്കിൽ കൂടിയും അത് നിയമ സംവിധാനത്തെ ബാധിച്ചിട്ടുണ്ട്. ജുഡീഷ്യറിക്കും ജഡ്ജിമാർക്കും എതിരായ ആരോപണങ്ങൾ എന്ന നിലയിലല്ല കേസ് പരിഗണിക്കുന്നത് എന്നും അന്വേഷണം നടക്കട്ടെ എന്നും കോടതി ചോദിച്ചു. എന്തിനാണ് സൈബി കിടങ്ങൂർ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ഈ അവസരത്തിൽ എന്തിനാണ് ഇത്തരം ഒരു ഹർജിയുമായി വന്നത് എന്ന് കോടതി വിമർശിച്ചു. കേസിൽ അന്തിമ റിപ്പോർട്ട് ലഭിച്ചാൽ അവയുടെ നിയമസാധ്യത പരിശോധിക്കാം എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് സർക്കാരും അറിയിച്ചിട്ടുണ്ട്. ഈ കേസ് റദ്ദാക്കണമെന്ന സൈബിയുടെ ആവശ്യം ഈ ഘട്ടത്തിൽ അപക്വമാണ് എന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. അഭിഭാഷക സമൂഹത്തിന് മേലുള്ള സംശയങ്ങൾ നീക്കണമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണവും തേടി. ഹർജി തൽക്കാലത്തേക്ക് ഫയൽ സ്വീകരിക്കുന്നില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സൈബിയുടെ വാദം പ്രധാനമായും കോടതിക്ക് മുന്നിൽ മറ്റു പലതായിരുന്നു. കാരണം ഈ കേസിൽ കൃത്യമായ തെളിവില്ല, കെട്ടിച്ചമച്ച തെളിവുകളാണ്. ഈ ചില അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത്, കേസെടുത്തിരിക്കുന്നത്, എഫ്ഐആർ റദ്ദാക്കണമെന്നൊക്കെ ആയിരുന്നു. സൈബി പ്രധാനമായും കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് എന്തൊക്കെയാണ്? അതിനോടുള്ള കോടതിയുടെ പ്രതികരണം ഏതു തരത്തിലായിരുന്നു? കോഴ ആരോപണത്തെക്കുറിച്ചുള്ള കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് കോടതി പരിശോധിക്കണം എന്നാണ് ഹർജി ഭാഗത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കോടതി ആവശ്യപ്പെട്ടത്. ഒരു വിഭാഗം അഭിഭാഷകരുടെ വ്യക്തി വൈരാഗ്യമാണ് ഈ കേസിന് പിന്നിൽ ഉള്ളത്. അതേസമയം കേസിൽ അഡ്വക്കേറ്റ് സൈബിയെ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിന്റെ അതായത് എന്തുകൊണ്ടാണ് സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സുവിയിലേക്ക് വരാമെന്ന് കരുതുന്നു അല്പസമയത്തിനുള്ളിൽ. ഏതായാലും കോടതി വലിയ തോതിൽ സൈബിയെ എടുത്തു കുടയുകയാണ് ഈ വിഷയത്തിൽ. എന്തിന് അന്വേഷണത്തിനെ പേടിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സൈബിയോട് കോടതി ചോദിക്കുന്നത്. ഒപ്പം അന്വേഷണം നടക്കട്ടെ, കേസ് കൊടുക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ ആർക്കും അവകാശമുണ്ട്. ആ അവകാശത്തെ എന്തിന് ചോദ്യം ചെയ്യണമെന്നുള്ള ചോദ്യമടക്കം കോടതി ഉയരുന്നു. അന്വേഷണം ഇയാൾക്കെതിരെ ശക്തമായി തന്നെ തുടരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. മറ്റൊരു വാർത്ത, കളമശ്ശേരി മെഡിക്കൽ കോളേജ് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസുമായി ബന്ധപ്പെട്ടാണ്. കേസിൽ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. ഗായകൻ അനൂപിന്റെ സഹോദരനാണ് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനെ എത്തിച്ചത്. തുടർ നടപടികൾ സമിതി കൈക്കൊള്ളും എന്നാണ് സൂചന. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇന്നലെ തന്നെ ശിശുക്ഷേമ സമിതി വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിലുള്ള ഇടപെടലും കുട്ടിയെ സംരക്ഷിക്കുകയും മറ്റും ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. എന്തൊക്കെ നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? ഡാനി, കേൾക്കാമോ? ഡാനി, ഇന്ന് കുട്ടിയെ കോടതിയിൽ ഹാജരാക്കുന്നു. ഈ ഗായകന്റെ സഹോദരന്റെ കൈവശമായിരുന്നോ കുട്ടിയുള്ളത്? അവരുടെ സംരക്ഷണയിലായിരുന്നോ കുട്ടിയുള്ളത്? ഈ മാതാപിതാക്കളെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ?
രഞ്ജിത്ത്, മാതാപിതാക്കളെ സംബന്ധിച്ച് ഇതുവരെയും കൃത്യമായ രീതിയിലേക്ക് അവരെ വിവരം അറിയിക്കുക അല്ലെങ്കിൽ അവരെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സന്ദേശം കൈമാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കുട്ടിയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് എന്ന പേരിലുണ്ടായിരുന്നതിൽ അവരുടെ മാതാപിതാക്കളുടെ പേരുകൾ മാത്രമായിരുന്നു സത്യമായി ഉണ്ടായിരുന്നത്. പക്ഷേ അവർ നൽകിയിരിക്കുന്ന വിലാസം അത് ശരിയായിരുന്നില്ല. ജില്ലയിലെ തന്നെ ഒരു സ്ഥലത്തിന്റെ വിലാസവും മറ്റു റോഡിന്റെ പേരുമെല്ലാമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കൃത്യമായിരുന്നില്ല എന്നാണ് കളമശ്ശേരി പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അവരിത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം അവർ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ CWCക്ക് മുൻപാകെ കുട്ടിയെ കൈമാറിയിട്ടുണ്ട്. നേരത്തെ കുട്ടി ഉണ്ടായിരുന്ന ഗായകൻ, തൃപ്പൂണിത്തുറ ഗായകനായ അനൂപിന്റെ സഹോദരന്റെ അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണയിലായിരുന്നു കുട്ടി. ഈ അനൂപും ഇതിന്റെ ഭാര്യയും നിലവിൽ ഒളിവിലാണ്. അവര് സഹോദരന്റെ സംരക്ഷണയിലായിരുന്നു ഈ ദിവസം ഉണ്ടായിരുന്നത്. അവർ അല്പസമയം മുമ്പാണ് CWCക്ക് മുൻപാകെ എത്തുകയും കുട്ടിയെ കൈമാറുകയും ചെയ്ത്. CWC അധികൃതർ നടപടിക്രമങ്ങൾ പുരോഗമിക്കണം. കാരണം കുട്ടിയുടെ വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും കുട്ടിയുടെ ഇത് സംബന്ധിച്ച് ഏത് സാഹചര്യങ്ങളാണ് ഇത്തരം ഒരു കൈമാറ്റൊരവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ശേഖരിക്കാനുണ്ട്. ഒപ്പം തന്നെയും നിലവിലുള്ള ഈ അനൂപും അതോടൊപ്പം തന്നെ ഭാര്യയോടും തന്നെ ഇവിടേക്ക് എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ എപ്പോഴാണ് ഇവിടേക്ക് വരിക എന്നത് അറിഞ്ഞിട്ടില്ല. ഒപ്പം കളമശ്ശേരി ഇത് അന്വേഷിക്കുന്ന കളമശ്ശേരിയിൽ നിന്നുള്ള പോലീസ് സംഘവും ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നവരിൽ നിന്നും പ്രാഥമികമായി അവരെ മൊഴിയെടുക്കും. അതിനുശേഷം നിലവിലുള്ള അവരുടെ യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ സംബന്ധിച്ച് നിലവിലുള്ള ഒരു അന്വേഷണം എന്തായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ശിശുക്ഷേമ സമിതിയെ അറിയിക്കുകയും ചെയ്യും. ഒപ്പം മറ്റൊന്നുകൂടി സൂചിപ്പിക്കുന്നു, ഇപ്പോൾ ഇത് സംബന്ധിച്ച വലിയ രീതിയിലേക്കുള്ളൊരു വിവാദങ്ങളിലേക്ക് വന്നിരിക്കുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇത്തരം വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നു, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കളമശ്ശേരിയിലെ മന്ത്രി പി രാജീവിന്റെ കളമശ്ശേരിയിലെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. നേരത്തെ BJP പ്രവർത്തകർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അങ്ങനെ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് CWCയുടെ നേതൃത്വത്തിലുള്ള കേൾക്കാമോ? തുടരാം. കുട്ടിയെ എവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളമശ്ശേരി പോലീസും ഇപ്പോൾ CWCയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ സംരക്ഷണം സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത സമിതി വരുത്തിയിട്ടുണ്ടോ? കാരണം ഇവർ സമിതി കുട്ടിയെ ഏറ്റെടുക്കുന്നു, ഇനി കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകും. ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് അടക്കമാണ്, അതായത് ഈ ജനന സർട്ടിഫിക്കറ്റിൽ മേൽവിലാസം അടക്കം വ്യത്യസ്തമായാണ് രേഖപ്പെടുത്തുക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രാവിലെ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും ഈ പുതിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നീക്കങ്ങളാകും, ഇടപെടലുകളാകും സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? സമിതിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച്, അതായത് ആദ്യ ജനന സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ജനന സർട്ടിഫിക്കറ്റിൽ പോലും കൃത്യമായ ഒരു മേൽവിലാസം അവർ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ തുടർച്ചയായ ഒരു കബളിപ്പിക്കുക എന്നൊരു ഉദ്ദേശം തന്നെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഈ സാമ്പത്തികമായ ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുന്നതടക്കം ഇത് രണ്ടും പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗത്തിലാണ് വരിക. CWC കുട്ടിയുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന കാര്യത്തിലായിരിക്കും CWC മുൻതൂക്കം കൊടുക്കുക. അതിനനുസൃതമായി കുട്ടിയെ ദത്ത് നൽകുക, അതായത് ഈ മാതാപിതാക്കൾക്ക് ബയോളജിക്കൽ പാരന്റ്സ് എന്തുകൊണ്ട് ഉപേക്ഷിച്ച് അവർ കുട്ടിയെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ, തുടർ നടപടികൾ എങ്ങനെയാകും എന്ന കാര്യങ്ങൾ അവരോട് വിശദീകരിക്കണം. അവരെ വരും ദിവസങ്ങളിൽ തന്നെ പോലീസ് അവരെ ലൊക്കേറ്റ് ചെയ്തിട്ട് പോലീസ് CWC മുമ്പാകെ അവരെത്തിക്കുകയും അവരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതിനുശേഷമായിരിക്കാം മറ്റ് നടപടികളിലേക്ക് അടക്കം പോലീസ് CWC കടക്കുകയും ചെയ്ത് പിന്നീട് അവശേഷിക്കുന്നത് കുട്ടിയെ ദത്ത് നൽകുക എന്നൊരു പ്രോസസ്സാണ്. അത് കൃത്യമായ രീതിയിൽ നേരത്തെ ഈ കുട്ടികളെ ദത്ത് ആവശ്യപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതായത് ആളുകൾക്ക് അവരുടെ മുൻഗണനാ ക്രമം അനുസരിച്ചാണ് നൽകേണ്ടത്. അതിന് നിയമ നടപടികൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാവുകയും ചെയ്യുക. രഞ്ജിത്ത, ശരി. അപ്പം ഇന്ന് മന്ത്രി പി രാജീവിൻ്റെ കളമശ്ശേരിയിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയിരുന്നു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് അങ്ങോട്ടേക്ക് സംഘടിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്
മറ്റൊരു പ്രധാന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ഗായകനും കുടുംബത്തിനും കുഞ്ഞിനെ ലഭിച്ചത് ഇടനിലക്കാർ വഴിയെന്ന വിവരവും പുറത്തു വന്നു. ജനിച്ച 3-ാം നാളാണ് കൈമാറ്റം നടന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിനെ തുടർന്ന് സസ്പെൻഷനിലായ മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ അനിൽകുമാർ അടക്കമുള്ളവർ കുട്ടിയെ കൈമാറ്റം ചെയ്തതിൽ ഇടനിലക്കാരായി എന്നാണ് വിവരം. പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിലാണ് ആലുവ സ്വദേശികൾക്ക് പെൺകുഞ്ഞ് പിറന്നത്. ഓഗസ്റ്റ് 27-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പ്രസവം നടന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. കുട്ടിയെ ആവശ്യമില്ലെന്ന് ദമ്പതികൾ വ്യക്തമാക്കിയതോടെ ഇക്കാര്യം ഇടനിലക്കാർ ഗായകനെയും കുടുംബത്തെയും അറിയിച്ചു. പ്രസവം നടന്ന് 3-ാം നാൾ കുട്ടിയുടെ കൈമാറ്റവും നടന്നു. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളും ഗായകന്റെ കുടുംബവും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ല. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ അടക്കമുള്ളവർ ഉൾപ്പെട്ട ഒരു സംഘം തന്നെ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുവെന്നാണ് വിവരം. സമാനമായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ അനധികൃത കൈമാറ്റം മുമ്പ് നടന്നിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. കൈമാറ്റം നടന്നെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചെടുക്കാൻ വൈകിയതിനു പിന്നിലും കൃത്യമായ ആസൂത്രണമുണ്ടെന്നാണ് സൂചന. MS അനീഷ് കുമാർ, ന്യൂസ് 18, കൊച്ചി. പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് പ്രധാനപ്പെട്ടവർ. ഇപ്പോൾ ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചുണ്ട്. ജലപീരങ്കി അടക്കം അവിടെ ഉപയോഗിക്കുന്ന സാഹചര്യം. ആലപ്പുഴ കളക്ടറേറ്റിലേക്കാണ് മാർച്ച് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അവിടെ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. ഈ പ്രതിഷേധം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ബജറ്റ് വിഷയമല്ല, ഷാനവാസിനെ അറസ്റ്റ് ചെയ്യണം. അതായത് ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ CPM കൗൺസിലർ ഷാനവാസിനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപാട് വലിയ തോതിലുള്ള കോൺഗ്രസ് പ്രവർത്തന സാന്നിധ്യമുണ്ട്. ആലപ്പുഴയിൽ CPMനെ പിടിച്ചുകുലുക്കുന്ന വലിയ രാഷ്ട്രീയ വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. പ്രതിപക്ഷം കൂടി ഏറ്റെടുക്കുമ്പോൾ ഇത് മറ്റു തലത്തിലേക്ക് മാറുന്ന സാഹചര്യം അവിടെ ഒരുങ്ങുന്നു. ഏതായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് UDF പ്രവർത്തകർ ആലപ്പുഴയിൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആലപ്പുഴയിൽ കളക്ടറേറ്റിന് മുന്നിൽ UDFന്റെ കോൺഗ്രസ് അടക്കം പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. നഗരസഭാ കൗൺസിലർ ഷാനവാസിനെ പുറത്താക്കണം, അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഷാനവാസ് ആരോപണ വിധേയനാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് അവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ കടക്കുന്നത് എന്നുള്ളതാണ്. ജലപീരങ്കി അടക്കം ഉപയോഗിച്ചാണ് അത് മാർച്ച് പോലീസ് തടയുന്നത്. ശരണ്യ സ്നേഹജൻ ചെയ്ത് ശരണ്യ, അത് വലിയ വിവാദമായി ആലപ്പുഴയിൽ കത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷവും സമരം ഏറ്റെടുക്കുകയാണോ?
രഞ്ജിത്ത്, അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസ് DCCയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിന് നേരെയാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. ആലപ്പുഴ DCCയുടെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. അപ്പോൾ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൽ ഇപ്പോൾ ഉണ്ട്. രഞ്ജിത്ത, ശരണ്യ, ഈ പ്രതിഷേധ സമരം അത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുതിയ സാഹചര്യങ്ങളുണ്ട്. കാരണം ആലപ്പുഴയിൽ ഈ വിഷയം പാർട്ടിക്കുള്ളിൽ തന്നെ കത്തി നിൽക്കുന്ന പശ്ചാത്തലം, പ്രതിപക്ഷം ഈ സമരം ഏറ്റെടുക്കുമ്പോൾ അതിന് മറ്റൊരു മുഖം വരുന്നു. വരും ദിവസങ്ങളിലും സമാനമായി തന്നെ വലിയ തോതിൽ ഈ സമരം വ്യാപിപ്പിക്കാൻ തന്നെയാണോ പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം SP തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം പോലീസിനകത്ത് തന്നെ ഒരു വിഭാഗം ഇതിന് ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നത്. ഇല്ലാത്ത റിപ്പോർട്ടാണ് പുറത്തു വന്നത് അടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് സർക്കാരിലെ ഉന്നതർ തന്നെ ഇടപെട്ടാണ് ഇത്തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് DYSPയെ തന്നെ അതിനായി ഉപയോഗിച്ചു എന്നുള്ളത് അടക്കമുള്ള നിർണായകമായ കണ്ടെത്തലുകളിലേക്കാണ് ലഹരിക്കടത്ത് കേസ് ഇപ്പോൾ ആലപ്പുഴയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമുണ്ട്. ആദ്യഘട്ടങ്ങളിൽ പ്രവർത്തകർ ഒന്നിച്ചുകൂടി കസേരകളടക്കം ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ വലിച്ചെറിഞ്ഞു. എന്നിട്ടും പോലീസ് സംയമനം പാലിക്കാനുണ്ടായത്. പിന്നീട് ഇത്തരത്തിൽ നിരവധി തവണ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഷാനവാസ് ആലപ്പുഴ നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അത്തരമൊരു പദവിയിലിരിക്കുന്ന അയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലർ സ്ഥാനം CPMന്റെ പദവി എന്നല്ല, മറിച്ച് കൗൺസിലർ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വരുന്നുണ്ട്. ഈ പ്രതിഷേധത്തെ എങ്ങനെയാണ് ഈ പ്രതിഷേധത്തെ ഇനി കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകാൻ? ഈ പ്രതിഷേധം ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് നടത്തിയത്. ഇത് കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ലഹരി കള്ളക്കടത്താണ്. 1.5 കോടി രൂപയുടെ കടത്ത് പിടിച്ചത് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വാഹനത്തിൽ നിന്നാണ്. 35 സ്വന്തം പാർട്ടിയിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും നഗ്നചിത്രങ്ങൾ പകർത്തിയത് ഒരു പാർട്ടി സഹാവാണ്. ഇവർ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പിണറായിയും സജി ചെറിയാനും ഇവിടുത്തെ പോലീസ് SP പറയുന്നത്. ഒരു കാരണവശാലും ഇതാണ് അരാജകത്വ ഭരണം എന്ന് പറയുന്നത്. നിയമവാഴ്ചയെ 6 അടി മണ്ണിൽ കുഴിച്ചുമുട്ടി സെൽഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് പരാതി കൊടുത്തപ്പോൾ പറഞ്ഞത് ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്, CPM നടപടിയെടുത്തിട്ടുണ്ട്. CPM ആണോ ഈ രാജ്യത്തെ കോടതിയെയും പോലീസിനെയും ഹൈജാക്ക് ചെയ്യാൻ? CPM ആരാ? CPM ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഇവിടെ നിയമവാഴ്ച നടക്കണം. ഈ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവരെ അറസ്റ്റ് ചെയ്ത് അടികൾക്കാകുന്നവരെ ഇതിലും തീവ്രമായ സമരമായി ഞങ്ങൾ തിരിച്ചു വരും. അതിശക്തമായ സമരത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങും എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് റിലേ സത്യാഗ്രഹം അടക്കം ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് വലിയ പ്രത്യക്ഷമായ സമരങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ്. അത് സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ CPM കൗൺസിലറുടെ വാഹനം പിടിച്ച ഘട്ടം മുതൽ തന്നെ യുവമോർച്ചയും ഒപ്പം അങ്ങനെയുള്ള വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ യുവജന സംഘടനയുടെ ഒക്കെ വലിയ പ്രതിഷേധം ആലപ്പുഴയിലുണ്ട്. പക്ഷേ ആ കേസിനകത്ത് നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും ഷാനവാസിനെ പ്രതി ചേർക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിട്ടില്ല. അതിനിടയിൽ തന്നെയാണ് സംസ്ഥാനത്തെ തന്നെ പ്രധാനമന്ത്രിയായ മന്ത്രിമാരിൽ ഒരാളായ സജി ചെറിയാൻ ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ സഭയിലടക്കം വലിയ വിവാദമാവുകയും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സഭയിൽ ഇത് വലിയ വിഷയമായി ഉന്നയിക്കുകയും ചെയ്തു. സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ അത് കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ നീങ്ങുന്നു എന്നതുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ 149 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് പ്രധാനമായും പറയുന്നത് 1 ഷാനവാസ് വിഷയം, 2 CPMന്റെ നഗ്നചിത്ര വിവാദം. അതായത് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം പാർട്ടി കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അടക്കം നഗ്നചിത്രങ്ങൾ സൂക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തെ അതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ്. ആ ക്രിമിനൽ കുറ്റങ്ങളെ നിയമത്തിന്റെ മുന്നിലാണ് കൊണ്ടുവരേണ്ടത്. പാർട്ടിയുടെ നടപടിയല്ല വേണ്ടതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അത്തരത്തിൽ വലിയ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ കളക്ടറേറ്റിന് മുന്നിലുള്ള റോഡ്
ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ലഹരിക്കടത്ത് കേസ്, ആലപ്പുഴയിലെ വിവിധങ്ങളായ നിരവധി ആരോപണങ്ങൾ ഇതടക്കം അന്വേഷിക്കണമെന്നും നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ നിയമസഭയിൽ സത്യഗ്രഹം തുടങ്ങി 4 UDF MLA-മാർ. ഷാഫി പറമ്പിൽ, CR മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കുഴൽനാടൻ എന്നിവരാണ് സത്യഗ്രഹം ഇരിക്കുന്നത്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അതിനു മുമ്പ് ഈ സമരത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകും. ബജറ്റിലെ നികുതി വർധനവിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം വലിയ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ സത്യഗ്രഹ സമരം ആരംഭിക്കുന്നു. 4 MLA-മാർ, പ്രധാനപ്പെട്ട 4 യുവ MLA-മാരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഷാഫി പറമ്പിൽ, CR മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കുഴൽനാടൻ എന്നിവരാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, വലിയ സമരപരിപാടികളിലേക്കാണ് പ്രതിപക്ഷം കടക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? രഞ്ജിത്ത്, ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത് സഭയ്ക്കകത്തും പുറത്തുമുണ്ടാകും. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ MLA-മാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ 5 യുവ MLA-മാരാണ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. ഷാഫി പറമ്പിൽ, നജീബ് കാന്തപുരം, CR മഹേഷ്, 4 MLA-മാർ, മാത്യു കുഴൽനാടൻ തുടങ്ങിയ 4 MLA-മാരാണ് സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സഭയ്ക്കുള്ളിലാണ് ഈ സമരപ്രഖ്യാപനം നടത്തിയത്. ബജറ്റ് പൊതുചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് സംസാരിക്കാൻ ഡെപ്യൂട്ടി സ്പീക്കർ AN ഷംസീർ ക്ഷണിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് സംസാരിച്ചത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ പാളം തെറ്റുന്ന പ്രഖ്യാപനമാണ്, നിർദ്ദേശമാണ്, നികുതി നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് വലിയ ഭാരമുണ്ടാക്കുന്ന ഒരു നിർദ്ദേശം. ഇത് അംഗീകരിക്കാനാകില്ല. സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും മോശം ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ KN ബാലഗോപാലിൻ്റെ ബജറ്റിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തങ്ങളുടെ ബുദ്ധിമുട്ട് പ്രതിപക്ഷം അറിയിച്ചു. ഇടുത്തി പോലെ ജനങ്ങൾക്കുമേൽ പെയ്തിറങ്ങിയ ദുരന്തമാണ് ഈ ബജറ്റെന്നും പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചു. തുടർന്നാണ് സമരപ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. തൊട്ടു പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭ വിട്ടിറങ്ങി സഭാ കവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സഭയ്ക്ക് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് സഭയ്ക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അതിനെ അദ്ദേഹം അഭിസംബോധനയും ഉദ്ഘാടനം ചെയ്യും. ഇപ്പോഴും MLA-മാരുടെ സമരം അവിടെ തുടരുകയാണ്. അനിശ്ചിതകാല സമരമാണ്. മറ്റന്നാളാണ് ബജറ്റിന്റെ പൊതുചർച്ചയ്ക്ക് മന്ത്രി KN ബാലഗോപാൽ, ധനമന്ത്രി, മറുപടി പറയുക. അവിടെയാകും ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ ഈ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കപ്പെടുക. അതുവരെ ഈ സമരം ഇവിടെ തുടരാൻ തന്നെയാണ് സാധ്യത.
ഇന്ന് പതിവിന് വിപരീതമായി സാധാരണഗതിയിൽ പൊതുചർച്ചയുടെ അവസാനമാണ് ധനമന്ത്രി സംസാരിക്കുക. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ സംസാരിച്ചുകൊണ്ട് തന്നെ ധനമന്ത്രിയും സംസാരിക്കാൻ എഴുന്നേറ്റു. അദ്ദേഹം കേന്ദ്രത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. 2700-ലധികം കോടിയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. സംസ്ഥാനത്തിന് ഈ രീതിയിൽ മുന്നോട്ട് പോവുക പ്രയാസമാണ്. നികുതി പാടില്ല എന്ന സമീപനം സ്വീകരിക്കാൻ സർക്കാരിന് കഴിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 7 തവണയാണ് ഇന്ധന നികുതി കൂട്ടിയതെന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ധനമന്ത്രി സഭയിൽ വ്യക്തമാക്കി. എന്നാൽ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ നികുതി വരുമാനം അനിവാര്യമാണ്. വികസനവും സാമൂഹ്യക്ഷേമവും തടയാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അതിനോട് യോജിക്കാൻ കഴിയില്ല. BJPയെ പിന്തുണയ്ക്കുന്ന അവരുടെ സമീപനങ്ങളെ പിന്തുണയ്ക്കുന്ന നയമാണ് UDF സ്വീകരിക്കുന്നത്. ഈ നയം ശരിയല്ലെന്നും അദ്ദേഹം ധനമന്ത്രി KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ഇതിനകം തന്നെ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിയിരുന്നു. ഏതായാലും സർക്കാർ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സംസാരിച്ചു. ഇപ്പോൾ P. നന്ദകുമാർ സംസാരിക്കുകയാണ്. ഭരണപക്ഷാംഗങ്ങൾ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ സഭയിൽ സംസാരിക്കുന്നു. അതേസമയം പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. MLA-മാരുടെ സത്യാഗ്രഹ സമരവും പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം അതിശക്തമായ നിയമസഭാ മാർച്ചുകളുമാണ് ഇന്ന് നടക്കാനുള്ളത്. വരുന്ന ദിവസങ്ങളിലും സഭയ്ക്കുള്ളിലും പുറത്തും ശക്തമായ സമര പരിപാടികൾക്കാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. UDF സഭയിൽ ചേർന്ന നിയമസഭയിൽ പ്രതിപക്ഷ ചേംബറിൽ ചേർന്ന UDF നേതൃയോഗവും അതിശക്തമായ സമര പരിപാടികളെ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നു. സർക്കാർ ഈ ഘട്ടത്തിൽ ബജറ്റിനെ പ്രതിരോധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇളവുകളിലേക്ക് പോകാൻ സർക്കാർ നിർബന്ധമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷമുള്ളത്. വിവരങ്ങൾ പങ്കുവച്ചത് ഷാഫി പറമ്പിൽ, CR മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കുളനാടൻ തുടങ്ങിയ യുവ MLA-മാർ ഇപ്പോൾ സഭയ്ക്ക് മുന്നിൽ സത്യഗ്രഹ സമരം ഇരിക്കുകയാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതികൾ കുറയ്ക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നു. മറ്റന്നാൾ ധനമന്ത്രി ഈ വിഷയത്തിൽ സഭയിൽ മറുപടി പറയും. സ്വാഭാവികമായും അതിൽ ₹1 വ്യത്യാസം, ₹1 കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF-ലെ ഘടകകക്ഷികളടക്കം എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റു ചില വാർത്തകളിലേക്ക് കടന്നാൽ, ഉമ്മൻചാണ്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടേക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യം വിലയിരുത്തുകയാണ്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി എന്നാണ് മനസ്സിലാകുന്നത്. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ഇടപെടൽ ആവശ്യപ്പെട്ടത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ ചില ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി ബന്ധുക്കൾ തന്നെ ഇത്തരത്തിൽ ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട് എന്നാണോ? ഇന്നലെ ഫേസ്ബുക്ക് ലൈവിലൂടെയും മറ്റും ഉമ്മൻചാണ്ടി തനിക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്ത് ചില ഡെവലപ്മെന്റ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണോ? രഞ്ജിത്ത്, ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായി ഉമ്മൻചാണ്ടിയെ ഇപ്പോഴും നേരിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ നിലയിൽ ആശങ്കയുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ അലക്സ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത്തരത്തിൽ പരാതി കൈമാറിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യം വിശദമായി പരിശോധിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ശരിയാണെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് ജഗതിയിലുള്ള ഉമ്മൻചാണ്ടിയുടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് വിശദമായി നേരിട്ട് ബോധ്യപ്പെട്ട ശേഷം ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനിടയിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ തന്നെ അദ്ദേഹത്തെ തുടർ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് സാഹചര്യം പോലെ ജർമ്മനിയിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ആ കുടുംബവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളുടെ തുടർ നടപടി എന്നോണമായിരിക്കും ആരോഗ്യമന്ത്രി അദ്ദേഹത്തിന്റെ ജഗതിയിലുള്ള വസതിയിലെത്തി നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുക. രഞ്ജിത്ത്, ശരി. എന്നാലും ഉമ്മൻചാണ്ടിയുടെ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ തന്നെയാണ് ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത് എന്ന പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് വാർത്തകളുമായി തിരിച്ചെത്തും. വയനാട്ടിലെ വന്യമൃഗശല്യത്തിനെതിരെ വാരിക്കുഴി സമരം തുടങ്ങി. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് സമരം. വാഗേരിയിൽ കൃഷിയിടങ്ങളിൽ കർഷകർ വാരിക്കുഴിയുടെ നിർമ്മാണം തുടങ്ങി. രതീഷ് വാസ്തവൻ വിവരങ്ങൾ പങ്കുവെക്കും. രതീഷ്, വിവിധ സമര പരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ സമരത്തിന്റെ രീതി എങ്ങനെയാണ്?
രജിത്ത്, ഇത് പ്രതീകാത്മക സമരം എന്ന നിലയിലാണ് അഖിലേന്ത്യാ കിസാൻ സഭ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ പണ്ട് കാലങ്ങളിൽ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇല്ലാതിരുന്ന കാലത്തിൽ കുടിയേറ്റ കർഷകർ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയ ഒരു രീതിയാണ് വയനാട്ടിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. കുടിയേറ്റ മേഖലകളിലൊക്കെ ഇത്തരത്തിൽ കർഷകർ ഈ രീതിയിൽ വാരിക്കുഴികൾ കുഴിച്ച് മൃഗങ്ങളെ പ്രതിരോധിക്കാനും പിടികൂടാനും ഒക്കെ ആ രീതിയിൽ ഉപയോഗിച്ചിരുന്നു. അത്തരം ഒരു സമരത്തിലേക്ക്, അത് ശരിക്കും നിയമവിരുദ്ധമായ സമരമാണ്, വന്യമൃഗങ്ങളെ പിടികൂടാൻ കെണി ഉണ്ടാക്കുന്നതിന് പകരമുള്ള സമരമാണ്. പക്ഷേ അതേ രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങളിലേക്ക്, പ്രതിരോധ സമരങ്ങളിലേക്ക് പ്രത്യക്ഷമായി കർഷകർ നീങ്ങുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഇത്തരത്തിൽ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരം പരസ്യമായ സമരരംഗത്തേക്ക് വരുന്നത്. ഇതുപോലുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് വിവിധ സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ തന്നെ ആഹ്വാനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇടുക്കിയിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ കാട്ടാനിയെ നേരിട്ട് എന്ന നിലയിൽ പറയുന്നു. അത്തരത്തിൽ വ്യക്തിപരമായ പ്രതിരോധത്തിലേക്ക് കർഷകരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഈ വന്യമൃഗശല്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ വനംവകുപ്പും കർഷകരും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കർഷകർ നേരിടുന്ന പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നുള്ളത്. ശരി, നമുക്ക് രതീഷിലേക്ക് തന്നെ മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ട്. അതായത് വയനാട് ബത്തേരിയിൽ വാഹനാപകടം അന്വേഷിക്കാനെത്തിയ പോലീസിന് നേരെ 3-അംഗ സംഘത്തിന്റെ ആക്രമണം. ASIക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. പോലീസ് വാഹനത്തിന്റെ ചില്ലും പ്രതികൾ തകർത്തു. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. രതീഷ് വാസുദേവൻ വിവരങ്ങൾ പങ്കുവെക്കും. രതീഷ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ ഞായറാഴ്ച രാത്രി 9:30യോടെയാണ് ബത്തേരി തൂതിക്കാട് വെച്ച് 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ഈ വാഹനത്തിൽ വന്ന യുവാക്കളും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. ഈ സമയത്താണ് പോലീസിനോട് തകർക്കുകയും പോലീസിന്റെ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്യുന്നത്. ആക്രമണത്തിൽ ASI തങ്കൻ, പോലീസ് ഡ്രൈവർ അനീഷ് എന്നിവർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ SIയുടെ മുൻനിരയിലെ പല്ലുകൾ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായി. ഡ്രൈവർക്ക് വലത് കൈപ്പത്തിക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. പ്രതികൾ പോലീസിന്റെ ജീപ്പിന്റെ ചില്ലുകൾ തകർത്തു. മന്തടിക്കുന്ന് സ്വദേശികളായ കല്ലംകുളങ്ങര രഞ്ജു, ചെമ്മക്കാട്ടിൽ കിരൺ ജോയ്, ഗിനാച്ചി പൂതിക്കാട് ധനുഷ് എന്നിവരാണ് പോലീസ് അറസ്റ്റിലായത്. യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും PDPP ആക്ട് പ്രകാരമുള്ള ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ ചേർത്താണ് 3-അംഗ സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് നടപടികൾ പുരോഗമിച്ചു വരികയാണ്. വയനാട് ബത്തേരിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. പോലീസിന് നേരെ, അതായത് വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസ് അത് അന്വേഷിക്കാൻ പോയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. 3-അംഗ സംഘമാണ് ആക്രമിച്ചത്. രതീഷ് വിവരങ്ങൾ പങ്കുവച്ചു. വാർത്താ ബുള്ളറ്റിൻ ഇതോടുകൂടി അവസാനിപ്പിക്കാനുള്ള സമയമായി. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി തിരിച്ചെത്താം. നമസ്കാരം.